സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. സുലേഖ ശശികുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുലേഖ, അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 ജില്ലകളിലാണ് റെഡ് അലർട്ട് നിലനിൽക്കുന്നത്. മറ്റു വിവരങ്ങൾ? തീർച്ചയായും ആര്യ, ഇത്തരത്തിൽ അതിശക്തമായ അതിതീവ്രമായ മഴയ്ക്കുള്ളൊരു സാധ്യത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. മാന്നാർ കടലിടുക്കിന് സമീപം കേരളത്തിനോട് ചേർന്ന് ഒരു ശക്തി കൂടിയ ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ ശക്തമായ മഴയ്ക്ക്, അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ളൊരു മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ ശക്തി കൂടിയ ന്യൂനമർദ്ദത്തിന്റെ ശക്തി കുറയും എന്നുള്ളൊരു കാര്യമാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് 3 ജില്ലകളിലാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഇത്തരത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ 5 ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പ് ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിലാണ് ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ പാലക്കാട് മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ 4 ജില്ലകളിൽ ഇത്തരത്തിൽ യെല്ലോ അലർട്ട് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതിനൊപ്പം തന്നെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ, അതായത് നാളെ കൂടി ഇത്തരത്തിലുള്ള അതിശക്തമായ മഴ സംസ്ഥാനത്ത് ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. എന്തായാലും ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് മഴ തുടരുന്നത് എന്നത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ആര്യ, ശരി. സുലേഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകിയത്.